പ്രസാദത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട കൂടുതൽ ഒരു സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടൊരു പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയും ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയും കൂടുതൽ ഉണ്ടാവാനും അതനുസരിച്ച് കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരു ഭാഗത്തുള്ളൂ. പക്ഷേ എങ്കിലും ഏതെങ്കിലും ലെവലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ പെട്ടെന്ന് അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ മറ്റേ പ്രസാദ വീട്ടിന് വേണ്ട സൗകര്യങ്ങൾ വളരെ ചെയർമാനും മറ്റ് ദേവസ്വം കമ്മിറ്റിക്ക് അറിയാവുന്നതാണ്. അതേ സഹായം ആത്മാർത്ഥമായിട്ട് ഈ വർഷവും ഞാൻ ഗുരുവായൂർ പുരാതന നായർ കൂട്ടായ്മയുടെ പ്രസിഡന്റുമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ സഹായങ്ങളും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും ഈ ഉത്സവം ഏറ്റവും ആഘോഷകരമായി ലോകോത്തരമായ നമസ്കാരം. ഞാൻ കുറച്ചു കാലമായിട്ട് ഈ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന ആളാണ്. എൻ്റെ പേര് മോഹൻദാസ് ചേലനാട്. ഞാൻ പഴയ മമ്പൂർ ദേവസ്വം കൈകാര്യം ചെയ്തു എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്താ, വലിയ സീനിയർ ആർട്ടിസ്റ്റുകളെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടാത്ത ഒരവസ്ഥാ വിശേഷം നമുക്ക് പലപ്പോഴുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോൾ മുൻകൂട്ടി അതിനൊരു തയ്യാറെടുപ്പ് ഉണ്ടാക്കാമെന്ന് പറയുന്നു. അത് എവിടെ എത്തി എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉത്സവം നമ്മളൊക്കെ കൂടി ഗംഭീരമാക്കുന്നുണ്ട് എങ്കിലും ഇതിന് മോടി പിടിപ്പിക്കുന്നത് ശരിക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ബിസിനസ്സുകാർ, ഇപ്പോഴത്തെ ഓട്ടോറിക്ഷക്കാർ, ഇപ്പോഴത്തെ ടാക്സിക്കാർ, ഇവിടുത്തെ ബിൽഡിംഗുകാർ, ഇവരാണ് ഈ ഉത്സവത്തിൻ്റെ പ്രതീതി ഇവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള സത്യം മറക്കരുത്. അവരെ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യാൻ നമ്മുടെ ദേവസ്വം ശ്രമിക്കണം. ഇത് മാത്രമേ പറയാം. അപ്രീസിയേറ്റ് ചെയ്താൽ അതെന്തൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ അത് ചെയ്യാൻ എന്തെങ്കിലും അവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട്, സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട്, എപ്പോഴൊക്കെ അംഗീകരിക്കുന്നു. അതിൽ വിട്ടിട്ട് കമ്മിറ്റി മെമ്പർമാർ, അവൈലബിളായ കമ്മിറ്റി മെമ്പർമാർ ആ പറഞ്ഞ നിരക്കിൽ അഭിനയിക്കുന്ന ആ വലിയ എല്ലാവർക്കും സൗകര്യം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്ന് കിട്ടുന്ന നിലയ്ക്കാണ് ആൾക്കാർ സ്വഭാവം. ദയവ് ചെയ്ത് അത് മാറ്റണം. ഞാനൊക്കെ ഒരുപാട് ഒന്നും തള്ളി കൊണ്ടുവരുന്നത് അതുകൊണ്ട് പറയുകയാണ് അങ്ങേറ്റം. അതുപോലെ പകർച്ച കൊണ്ടുവന്ന വ്യക്തികളായാലും സംഘടനകളായാലും ഒരു നിയന്ത്രണം പാലിക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൺസ്യൂം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇവർക്കും കൂടി സഹായമാണ്. വെറുതെ അവരെ കഴിഞ്ഞ് ചീത്തയൊക്കെയുള്ള ഇടപാട് ചെയ്യരുത്, നമ്മൾ മിസ്യൂസ് ചെയ്യുകയും ചെയ്യരുത് എന്ന് വിനീതമായ അഭിഷേകത്തിൽ ഈ കൊടുത്ത ഉത്സവത്തിൽ എന്നാൽ കഴിയുന്ന എല്ലാ തരത്തിലും സഹകരിക്കാൻ തയ്യാറാണെന്ന് വാക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. ഹലോ, എൻ്റെ പേര് സുരേഷ് കുമാർ. ആദ്യം ഒരു ഇൻട്രഡക്ഷൻ വേണം. കാരണം ഈ ഒരു മൃഗമാണോ ഈ സാധനം, ഇത് ഏത് സമയത്താണ് തിരിയെന്ന് അറിയില്ല. ഇത് ഒട്ടേറെ അനുഭവങ്ങളെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക. അപ്പം അതീവ ശ്രദ്ധയോടെ. പക്ഷേ ഈ ആന കമ്മിറ്റിയുടെ മേലെ പല സമ്മർദ്ദങ്ങൾ വരുമ്പോൾ എനിക്കറിയാം. ഒരിക്കലും വഴിവിട്ട് നിൽക്കരുത്. ഇതിൻ്റെ ഈ ആന സമിതിക്കാർ ഞാൻ കൃത്യമായിട്ട് പറയും, അവർ വളരെ ശാന്തമായിട്ടുള്ള ആനകൾ മാത്രമേ അതൊക്കെ എഴുന്നേൽക്കാൻ പാടുള്ളൂ. കാരണം എന്താ പറയുക, കൊച്ചു കുട്ടികൾ, സ്ത്രീകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കാലിൻ്റെ സൈഡ് കൂടിയൊക്കെ പോവാണ്. ഏതെങ്കിലും ഒരു ബസ്സിൽ തിരിഞ്ഞാൽ മതി ആൾക്കാരെ എവിടെയൊക്കെ പോകും. അതുകൊണ്ടാണ് വിജയികൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ, വനിതകളുടെ ഭാഗത്ത് ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. ഇതൊരു മറുപടി പ്രസംഗമല്ല. നിങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അഭിപ്രായങ്ങൾ കേൾക്കുകയും അതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതുകൂടി ഉൾച്ചേർത്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ചില കാര്യങ്ങളിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള പരാമർശം ഉണ്ടായ സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊരു വിശദീകരണം. ഇവിടെ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിയമിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും ക്ഷേത്രത്തിനകത്ത് നിയമിക്കപ്പെടുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് നൽകണം എന്ന് ജനുവിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നു, എന്നിട്ടും ഒന്നും നടന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ചെയർമാനെ തോന്നിയ ശേഷം നിങ്ങളുടെ ഭരണസമിതി ക്ഷേത്രത്തിനകത്ത് നിയമിക്കപ്പെടുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇടയുടെ ആഭിമുഖ്യത്തിൽ
2 ദിവസം 10 ദിവസം ഇല്ലല്ലോ, 10 ദിവസം വേണമെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം നൽകി വരുന്നുണ്ട്. പക്ഷെ അത് പോരാ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി റിഗറസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകാം എന്നാണ് തോന്നുന്നത്. അതാണ് കാരണം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ സെക്യൂരിറ്റി ജീവനക്കാരാണ്. അതിന് വേണ്ട അതിന് പുറമെ ഈ ട്രെയിനിങ് കൊടുക്കുന്നതിന് പുറമെ അവരൊക്കെ കാണുമ്പോൾ നിരന്തരം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അവരോട് എങ്ങനെയൊക്കെയാണ് ഇവരോട് പെരുമാറേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി പറയുകയാണ്. മറ്റ് നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ മുന്നേക്ക് വന്നിട്ടുണ്ട്. പരമാവധി ആക്ഷേപങ്ങൾക്കൊന്നും ഇടവരാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഇപ്രാവശ്യത്തെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി രൂപീകരണവും അതിൻ്റെ പ്രവർത്തനവും കൊണ്ട് നടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ആ ഉറപ്പ് നിങ്ങൾക്ക് നൽകാനും തീർച്ചയായും ഇവിടെ നിങ്ങളും ഞങ്ങളുമില്ല, നമ്മളാണുള്ളത്. നമുക്ക് എല്ലാവർക്കും കൂടി ഇത്തവണത്തെ ഉത്സവം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പേരിൽ നന്ദി.